നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ചു. ഉത്രാട നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമായിരിക്കുന്ന സമയമെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അഭീഷ്ടകാര്യസിദ്ധി, മാനസികമായിട്ടുള്ള സന്തോഷം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കർമ്മസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, നല്ലൊരു സ്റ്റേബിളായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് ഈ സമയത്ത് കാണുന്നത്. അതുകൊണ്ട് നാഗപൂജ ചെയ്യാൻ മറക്കരുത്. നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് ജാതകപ്രകാരം. എന്നാലും തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥ വരാൻ വേണ്ടിയിട്ട് ഗണപതി ഹോമം നടത്തുന്നതും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഭാഗ്യാധിപതി 7-ലാണ്. അപ്പം ഭാഗ്യാധിപതി 7-ാം ഭാവത്തിൽ നിന്നായി യാത്രകൾ കൊണ്ടൊക്കെ ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. എന്നാൽ 7-ാം ഭാവാധിപതി അഷ്ടമത്തിൽ ശത്രു സ്ഥാനാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഒന്നെങ്കിൽ ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനോ, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കാരണം കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാൻ ഇടവരാനോ സാധ്യതയുള്ള സമയമാണ്. എന്നാൽ 2-ാം ഭാവാധിപതി 3-ൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതാണ്. സാമ്പത്തികമായിരിക്കുന്ന കാര്യത്തിൽ അത്ര വലിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ല എങ്കിൽ പോലും പരിഹാരങ്ങൾ ചെയ്യണം. കാരണം ദൈവാധീന കുറവാണല്ലോ പ്രധാനം. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക. അതിൽ ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, നെയ്വിളക്ക് കഴിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കും. ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ ഒക്കെ സ്ഥിരം ജപിക്കണം. 6-ാം വ്യാഴമാണ്. അപ്പോൾ ഷഷ്ടേ മഹാബലി ബന്ധനം എന്നാണ്. നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ദോഷമായി വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ദുഷ്കീർത്തി കേൾക്കാനുള്ളൊരു യോഗത്തെ ചെയ്തുകൊണ്ട് അഷ്ടമത്തിൽ പോയി ബുധൻ നിൽക്കുകയാണ്. അപ്പോൾ കർമാധിപതി അഷ്ടമത്തിൽ പോയിട്ട് വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ചെയ്യുന്ന തൊഴിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സ്കില്ലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അത് അനുകൂലമായിരിക്കുന്ന കീർത്തി കേൾക്കാൻ ഇടവരും. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വ്യാഴപ്പഴങ്ങളൊക്കെ ഉള്ളത് കാരണമുണ്ട്, ശത്രുദോഷമൊക്കെ പ്രബലമായത് കാരണമുണ്ട് അത് ദുഷ്കീർത്തി പോലെയുള്ള കാര്യം, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ ഇടവരാനുള്ളൊരു സാധ്യത, ആ ഒരു രീതിയിലുള്ള പേരുദോഷം കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കാൻ ഇടവരും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ദോഷമൊന്നും കാണുന്നില്ല. ദൈവാധീനക്കുറവിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ശത്രുദോഷമുണ്ട്. കാരണം ശത്രു സ്ഥാനാധിപതി ഭാതകാധിപതിയോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. നമ്മളായിട്ട് ചെയ്യുന്ന ദോഷത്തിനുള്ള ശത്രുദോഷം ഇല്ല എങ്കിൽ പോലും പൂർവ്വജന്മ ദുരിതം എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള ശത്രുദോഷത്തിന് പരിഹാരം ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.